ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജി-ടെക്കിൽ ജോലി നൽകുമെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. കോറോ ഹെൽത്തിൽ നിന്ന് ജീവനക്കാരുടെ പ്രൊഫൈൽ ശേഖരിച്ചിട്ടുണ്ടെന്നും ഓരോ കമ്പനിക്കും ആവശ്യമുള്ള പ്രൊഫൈൽ കൈമാറി ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുമെന്നും ജി-ടെക് പ്രതിനിധി അറിയിച്ചു. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ കേന്ദ്രങ്ങളിലായിരിക്കും അവസരം നൽകുക. ജോലി നഷ്ടപ്പെടുന്നത് ഒരു ട്രെൻഡല്ല, റിയാലിറ്റിയാണെന്നും ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി നൽകാൻ മറ്റ് കമ്പനികളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി അറിയിച്ചു. നമുക്കറിയാവുന്ന പോലെ ജി-ടെക് ഒരുപാട് മെമ്പർ കമ്പനീസ് അതിനകത്ത് ഉണ്ട്. അവർ സ്വമേധയാ വളണ്ടറിലി ഈ ഇൻഡസ്ട്രിക്കകത്ത് ടെക്നോളജിക്കൽ ചേഞ്ച് വരുത്തുമ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം, അത് ഇന്ന് ഒരു കമ്പനിക്ക് വരാം, നാളെ മറ്റു കമ്പനിക്ക് വരാം. അതുകൊണ്ട് ആവുന്നത്ര ഈ കാര്യത്തിൽ ഈ ചേഞ്ച് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുക എന്നൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആണ് ജി-ടെക് ഇതിന് വളണ്ടറിലി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ കോറോ ഹെൽത്തിൽ നിന്ന് പോകുന്ന ആവുന്നത്ര ആളുകളെ ഇതിലെ ജി-ടെക്കിലെ കമ്പനീസ് എടുക്കും, അബ്സോർവ് ചെയ്യും. ഇതിൻ്റെ ഒരു മെസ്സേജ്, ഒരു കമ്പനിയിൽ പ്രോബ്ലം വന്നു, പക്ഷേ കേരളത്തിലെ മറ്റു കമ്പനീസ് സഹകരിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ. തൃശൂരിൽ ചില്ലി ചിക്കനൊപ്പം നൽകിയ നാരങ്ങ നീര് കുറഞ്ഞതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി മിണാലൂർ സെലക്ട് ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. ഹോട്ടലിലെത്തിയ 2 യുവാക്കൾ ചില്ലി ചിക്കനൊപ്പം നൽകിയ നാരങ്ങയിൽ ആവശ്യമായ നീരില്ല എന്ന് പറഞ്ഞാണ് ആദ്യം ബഹളം തുടങ്ങിയത്. തർക്കം പരിഹരിക്കാൻ ഉടമ ശ്രമിച്ചുവെങ്കിലും താൽക്കാലികമായി ഇവിടെ നിന്നും മടങ്ങിയ യുവാക്കൾ പിന്നീട് 7 അംഗ സംഘമായി എത്തി മർദ്ദിച്ചു എന്നതാണ് ഹോട്ടൽ ഉടമയുടെ പരാതി. ജീവനക്കാർക്കും പരിക്കേറ്റു. ആക്രമികൾ ഹോട്ടൽ ഉടമയായ മുജീബിന്റെ പല്ലുകൾ അടിച്ചു പൊളിച്ചു. ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ സംഘം ചട്ടകവും തവികളും ഉപയോഗിച്ച് മർദ്ദിച്ചു.